ഭയങ്കര ഒരു രസമുള്ളൊരു കൺസെപ്റ്റാണ്. കാരണം ഇപ്പോൾ ഒന്ന് മുസ്ലിം സമുദായം മൊത്തം എല്ലാവരും കാത്തിരിക്കുന്നൊരു വിഷയമാണ് ഇമാം മഹദി എന്ന് പറയുന്നത്. 1000 കൊല്ലം തൊട്ട് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് കാത്തിരിക്കാൻ. പക്ഷെ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പ് സംഭവിച്ചിട്ടുള്ളൊരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇസ്രായേൽ സമുദായത്തിന് ഇതേമാതിരി ഒരു മസീഹ് വരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലം അവർ കാത്തിരുന്നിട്ടുണ്ട്. അവസാനം വന്നപ്പോഴും അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം മഹദി അലൈഹി ഇസ്ലാമിൻ്റെ കേസിലും ഇപ്പോൾ ഇബ്ൻ അറബി പാപ്പനെ പോലുള്ള ആളുകൾ പറയുന്നത് 70,000-ഓളം മുസ്ലിം പണ്ഡിതന്മാരെതിരെ ഫത്വ ഇറക്കുന്നു. അപ്പോൾ ഈ ഒരു ഡിസ്കണക്റ്റ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അല്ല, ചരിത്രം എന്നും ഇത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഏത് കാലഘട്ടത്തും ഒരു പ്രവാചകൻ വരുന്ന സമയത്ത് ആ പ്രവാചകന്റെ അകലുകാരാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാവല്ലോ, അവരാണ് കൂടുതൽ പണ്ഡിത സമൂഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ആണെങ്കിലും ജൂതന്മാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഞങ്ങളിലേക്ക് വരേണ്ട ആളല്ലേ, അതിപ്പോ എന്താ അവിടെ പോയതെന്നായിരിക്കും. അപ്പൊ അവരേക്ക് ഇത് ആദ്യം എതിർക്കുണ്ടാവാം, അവരതിന്റെ അകലുകാരാണെന്ന് അവകാശപ്പെടുന്നുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. പ്രസ്ഥാനങ്ങൾക്ക് പിന്നെ അഭിപ്രായം ഞങ്ങളിൽ നിന്ന് വരേണ്ട ആളായിരുന്നില്ലേ, ഞാൻ പ്രസ്ഥാനങ്ങളെ പേരെടുത്ത് പറയുന്നില്ല, എന്നാലും എന്താ വെച്ചാൽ ഇത് ഞങ്ങളിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കണമല്ലോ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവും. പക്ഷേ റോമൻ എംപയറും പേർഷ്യൻ എംപയറും കത്തി നിൽക്കുന്ന സമയത്ത് ഇജാസ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വീണ്ടും സംഭവിച്ചുകൂടായി ഒന്നുമില്ല.